തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ കുറിച്ചുള്ള പരാതികൾ ഇവിടെ തീരുന്നില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കാലൊടിഞ്ഞ വയോധികയുടെ ശസ്ത്രക്രിയയ്ക്ക് ചെലവായത് 85,000 രൂപയാണ്. കൊല്ലം ആയൂർ അകമൺ സ്വദേശി 85-കാരി ചെല്ലമ്മയ്ക്കാണ് ഈ ദുരവസ്ഥ. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ദിവസങ്ങൾ കഴിഞ്ഞാണ് ശസ്ത്രക്രിയ നടന്നത്. അതിനാവശ്യമായ സാധനങ്ങളൊക്കെ വാങ്ങി നൽകേണ്ടി വന്നു എന്നും ഈ ചെല്ലമ്മയുടെ കുടുംബം പറയുന്നുണ്ട്. അത്രയും ദിവസം വേദന സഹിച്ചാണ് അവർ കഴിഞ്ഞത്. ശസ്ത്രക്രിയയ്ക്കായി സിറിഞ്ച് പോലും വാങ്ങി നൽകേണ്ടി വന്നു എന്ന് മകൻ 24-നോട് പറഞ്ഞു. ശസ്ത്രക്രിയയ്ക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങേണ്ട മെഡിക്കൽ സ്റ്റോർ ഏതെന്ന് വരെ ഡോക്ടർ നിർദ്ദേശിച്ചു എന്നാണ് മകന്റെ ആരോപണം. ഇത് സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളുടെ ആകെ അവസ്ഥയല്ല, ചില മെഡിക്കൽ കോളേജുകളിലെ ദയനീയ സ്ഥിതിയാണ്. കാരുണ്യം തേടി മെഡിക്കൽ കോളേജുകളിലേക്ക് എത്തുന്ന സാധാരണക്കാരൻ അനുഭവിക്കുന്ന അവസ്ഥ, ആ ഗതികേടാണ് ഈ വാർത്തയിലൂടെ ഞങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. ജൂൺ 13-നാണ് വീടിനുള്ളിൽ വീണ് കൊല്ലം ആയൂർ അകമൺ സ്വദേശിയായ 85-കാരി ചെല്ലമ്മയുടെ കാലിന്റെ എല്ല് പൊട്ടിയത്. ആദ്യം പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ചെല്ലമ്മയെ ശസ്ത്രക്രിയയ്ക്കും വിദഗ്ധ ചികിത്സയ്ക്കുമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ശസ്ത്രക്രിയ നടന്നില്ല. കാരണം തിരക്കിയ ബന്ധുക്കളോട് രോഗി ഫിറ്റല്ലെന്ന കാരണമാണ് ഡോക്ടർമാർ പറഞ്ഞത്. 13-ാം തീയതി ഞങ്ങൾ ഇവിടുന്ന് പുനലൂരിൽ നിന്ന് നേരെ 13-ാം തീയതി തന്നെ ചെല്ലുന്നു. എന്നാണ് ശസ്ത്രക്രിയ കഴിഞ്ഞത്? 10 ദിവസമായി. എന്താണ് ഇത് വൈകിയെന്ന് കാര്യം പറഞ്ഞല്ലേ? പറഞ്ഞില്ല. ആരോഗ്യ പ്രശ്നമൊക്കെ അന്ന് ഡോക്ടർ പറഞ്ഞത്. ആരോഗ്യ പ്രശ്നങ്ങളും മറ്റുള്ള വിഷയങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. എന്തെങ്കിലും മറ്റു ആരോഗ്യ പ്രശ്നമുണ്ട്? ഷുഗർ കാര്യങ്ങളൊന്നുമില്ല. ഷുഗർ പ്രശ്നം, ആരോഗ്യ പ്രശ്നം അവർ ഈ ശരീരം ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ നമ്മളടുത്ത് പറഞ്ഞു. ദിവസങ്ങളോളം വേദന കടിച്ചു പിടിച്ച് ചെല്ലമ്മ ആശുപത്രി കിടക്കയിൽ കിടന്നു. 10 ദിവസം കഴിഞ്ഞാണ് ശസ്ത്രക്രിയ പോലും ഡോക്ടർ നിശ്ചയിച്ചത്. പക്ഷേ അപ്പോൾ ഡോക്ടർ ചില വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ചു. താൻ നിർദ്ദേശിക്കുന്ന ഇടത്തു നിന്ന് തന്നെ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ മരുന്നുകളും സാധനങ്ങളും വാങ്ങണമെന്നായിരുന്നു ഡോക്ടറുടെ നിർദ്ദേശം. ഇവിടെ അമ്മയ്ക്ക് ക്ഷീണം വരുമ്പോഴത്തേക്ക് ഒരു ട്രിപ്പ് ഇടും. അത് മാത്രമാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് നമുക്ക് കിട്ടിയത്. അത് തന്നെ എൻ്റെ മൊത്തത്തിൽ ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ പോയ എല്ലാം കൂടെ ഒരു 85 രൂപയ്ക്കകത്ത് എനിക്ക് ചിലവുണ്ട്. ഇവിടുന്ന് ഞാൻ പോയ കൂട്ടി മെഡിക്കൽ കടം മേടിച്ചതാണ്. എല്ലാം കടം മേടിച്ചത്. അവർ ഇപ്പോഴും താണ്ട് ഒരാളെ ഞാൻ പൈസ മേടിച്ച് വെച്ചേക്കോ. നാളെ ഹോസ്പിറ്റലിൽ ഡോക്ടർ ഇവിടെ ചെക്കപ്പിന് ആൾ വരും. കടം വാങ്ങിയ പണം കൊണ്ടാണ് ദിവസക്കൂലിക്കാരനായ മകൻ ഡോക്ടർ നിർദ്ദേശിച്ച മരുന്നുകൾ സ്വകാര്യ ഷോപ്പിൽ നിന്ന് വാങ്ങിയത്. ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ഈ കുടുംബത്തിന്റെ ദുരവസ്ഥ കാണാതെയും കേൾക്കാതെയും പോകരുത്. ആരോഗ്യരംഗത്ത് നമ്പർ 1 എന്ന് നാം മേനി നടിക്കുമ്പോഴാണ് സാധാരണക്കാരന് നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ ഇത്തരം ഗതികേട് ഉണ്ടാകുന്നത്. പ്രശ്നം നമ്മുടെ സിസ്റ്റത്തിൻ്റെതാണെങ്കിൽ ആ സിസ്റ്റത്തിന്റെ തകരാർ പരിഹരിക്കാൻ ഒട്ടും വൈകാതെ അതിൽ നടപടിയെടുക്കാൻ അങ്ങയുടെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടായേ മതിയാവും. കൊല്ലത്തുനിന്ന് ക്യാമറാമാൻ അരുണസാറിനൊപ്പം അരുൺ രാജ്, 24.